ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പല സമയങ്ങളിലും എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് കസ്റ്റമേഴ്സിന് ഇട്ട് തരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ സ്ലിപ്പ് ഇട്ട് തരുന്നത്, വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരവാണ്. നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് കൊറിയറുകളിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ കസ്റ്റമർക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. അതിൽ പല ആളുകളും അപ്പം തന്നെ ചെയ്തു തരാറുണ്ട്. ചില ആളുകൾ എന്നാലും അവർക്ക് ഭയങ്കര മടിയാണ് നമ്മൾ എക്സ്ട്രാ വരുന്ന ചാർജ് ഒന്ന് ഇടാൻ പറയുമ്പം ഇട്ട് തരാനായിട്ട്. നമ്മൾ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് നമ്മൾ ചോദിക്കുന്നതിന്റെ മെയിൻ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ റാപ്പിംഗ് ഷീറ്റാണ്. ഇത് പിന്നെ സീഡ്ലിംഗ് പ്ലാന്റ്സ് ഒക്കെ റാപ്പ് ചെയ്യാനുള്ള ചെറിയത്. അതുപോലെ തന്നെ ഇത് സെല്ലോ ടേപ്പാണ്. ഈ ഒരു സെല്ലോ ടേപ്പ് ഇത് കണ്ടു, ഇതിപ്പോൾ നമ്മൾ 10 വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ റബ്ബർ ബാൻഡ്, ഇതെല്ലാം നമ്മൾ അതുപോലെ ന്യൂസ് പേപ്പറുകൾ, ബേസ് ബോർഡ്, പൊതിയാനുള്ള ബേസ് ബോർഡ്, ബോക്സ് അടിക്കാൻ കൊടുക്കാറുണ്ട്. എന്തിനാ നമ്മൾ അഡ്രസ്സ് എഴുതി വിടുന്നത്, നമ്മുടെ സ്ലിപ്പ് വരെ നമ്മൾ അടുപ്പിക്കുന്നതാണ്. നമ്മൾ അഡ്രസ്സ് എഴുതുന്നത് നമ്മുടെ ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മൾ 1000 പീസ് അടുപ്പിക്കുമ്പോൾ നമുക്ക് 4000 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. ഈ ഒരു ഇത്രയും 10 വീതം ഇപ്പോൾ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 6 ടേപ്പാട്ടോ വരുന്നത്. അങ്ങനെ 10 ടേപ്പും ഈ റാപ്പ് ചെയ്യുന്ന ഒരു സംഭവം എല്ലാം, റബ്ബർ ബാൻഡ്, ഇത്രയും ഐറ്റംസ് ഈ ബോക്സിലിരിക്കുന്ന ഐറ്റംസിന് മാത്രം നമുക്ക് 3400 രൂപയാണ് കേട്ടോ ചാർജ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് മേടിച്ചപ്പോൾ ആയിട്ടുള്ളത്. ഇതിന്റെ നമുക്ക് അഡ്രസ്സ് എഴുതുന്ന ഒരു സ്ലിപ്പിന് നമുക്ക് 4 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി കേട്ടോ. അപ്പം 20 രൂപയും 30 രൂപയൊക്കെ എക്സ്ട്രാ ഇട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് ഇട്ട് തരുന്നത്, അത് നിങ്ങൾക്ക് ഒന്ന് കുറച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ. ഈ ഇതുപോലെയുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ബോക്സ് അടിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ബോക്സിന് 8 രൂപ 12 രൂപയൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്. ബേസ് ബോർഡിന് ഇപ്പോൾ അറിയാലോ, ബേസ് ബോർഡിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ബേസ് ബോർഡ് പെട്ടിക്ക് തന്നെ നമുക്ക് 20 രൂപയുടെ അടുത്ത് ബോക്സിന് ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുക, എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പാക്കിങ്ങിൽ ഏകദേശം നമുക്ക് ഒരു 15 രൂപ 20 രൂപയുടെ ഒരു നോർമൽ പാക്കിങ്ങിനാട്ടോ, ബൾക്ക് ഓർഡറുകളുടെ പാക്കിങ്ങുകളല്ല, ഒരു നോർമൽ പാക്കിങ്ങിന് നമുക്ക് അത്ര എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജിനകത്ത് എക്സ്ട്രാ വരുന്ന സ്ലിപ്പ് ഇട്ട് തരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് പേയ്മെന്റ് ചെയ്ത് തരണം കേട്ടോ. നമ്മൾ ഓരോ പാക്കിങ്ങും ചെയ്യുന്നതിന്റെ പുറകിൽ ഇത്രയും എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത്, പല ആളുകളും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരുപാട് ഓർഡറുകൾ വരില്ലേ, എൻ്റെ കുറച്ച് പ്ലാൻസുകൾ വിറ്റ് തരാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊന്നും എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് മാത്രമേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ലൈഫിൽ. മെയിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ ആഗ്രഹത്തിനൊത്ത് എത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.